ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ജൂൺ 19 വായനാ ദിനവുമായി ബന്ധപ്പെട്ട് കൊച്ചുകൂട്ടുകാർക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നൊരു പ്രസംഗമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കൂട്ടുകാരെങ്കിലും എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ കൊണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മാന്യ സദസ്സിന് നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂൺ 19 വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തിലെ മലയാളികളെ വായനയുടെ അത്ഭുത ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ PN പണിക്കരുടെ ചരമദിനമാണിന്ന്. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 കേരള ഗവൺമെൻറ് വായനാ ദിനമായി ആചരിക്കുന്നു. 1996 മുതലാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. വായനയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കുഞ്ഞു കവിതയുണ്ട്. കുഞ്ഞുണ്ണി മാഷിൻ്റെ വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കവിത വായനയുടെ മൂല്യം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഓരോ പുസ്തകവും അറിവിൻ്റെ അത്ഭുത ലോകമാണ്. ആ ലോകത്തേക്ക് എത്തിച്ചേരാനുള്ള വഴിയാണ് വായന. വായന നമ്മുടെ അഭിരുചികളെയും സ്വപ്നങ്ങളെയും സ്വാധീനിക്കുന്നു. നമ്മുടെ അറിവുകളെയും ചിന്തകളെയും ധാർമ്മിക മൂല്യങ്ങളെയും വളർത്തുവാൻ വായനയ്ക്ക് കഴിയും. അറിവ് നേടുക എന്നത് എളുപ്പമായ ഒരു കാര്യമല്ല. വായനയിലൂടെ മാത്രമേ നമുക്ക് അറിവ് നേടാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ നാം വായന ശീലമാക്കുക. വായനാശീലം അന്യമായിക്കൊണ്ടിരിക്കുന്ന പുതിയ തലമുറയ്ക്ക് വായനയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ വായനാ ദിനവും. ഇന്ന് പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവിനേക്കാൾ കൂടുതൽ ഇൻ്റർനെറ്റ് തുടങ്ങിയ നവമാധ്യമങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. പുസ്തക വായനയിലൂടെ ലഭിക്കുന്ന അറിവും അനുഭൂതിയും നവമാധ്യമങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുകയില്ല. പുസ്തകങ്ങളെ നെഞ്ചോട് ചേർത്ത് വയ്ക്കാനും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹായത്തോടെ നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കാനും ശ്രദ്ധിക്കുക. അതിനുവേണ്ടി നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. അതിന് ഏറ്റവും നല്ല ദിനം ഇന്ന് തന്നെയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വായനാ ദിന ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ വീഡിയോ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ.